ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. അതിനുവേണ്ടി പല പല വിദേശ രാജ്യങ്ങൾ ആളുകൾ പിക്ക് ചെയ്യാറുമുണ്ട്. അത്തരത്തിൽ പിക്ക് ചെയ്യുന്ന ഒരു കൺട്രിയെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ആൻഡ് ദാറ്റ്സ് ഗോയിങ് ടു ബി അയർലൻഡ്. മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഈ വീഡിയോയിലും മോഹന വാഗ്ദാനങ്ങളൊന്നുമില്ല. അതായത് അവിടെ ആനയുണ്ട്, ചേനയുണ്ട്, ഓടി അങ്ങോട്ട് പൊക്കോളൂ, ഇപ്പം നിങ്ങൾക്ക് ജോലി കിട്ടും, അവിടെ തന്നെ താമസിക്കാം, നത്തിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ എന്തൊക്കെ കോഴ്സസിനാണ് ഈ കൺട്രി പോപ്പുലർ ആയിട്ടുള്ളത്, അവിടെയുള്ള ചില അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങൾ എന്തൊക്കെയാണ് എന്നത് മനസ്സിലാകണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. യൂറോപ്പിൽ പോയി പഠിക്കണം എന്നാഗ്രഹിക്കുന്നവർ പ്രിഫർ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് അയർലൻഡ് എന്ന് പറയുന്നത്. ഈ അയർലൻഡ് തിരഞ്ഞെടുക്കുന്നവർ അധികമായും ഒരു 2-3 ജോണറിൽപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പറയാറില്ലേ ചില രാജ്യങ്ങൾ ചില കോഴ്സുകൾക്ക് പോപ്പുലർ ആണെന്ന്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ജർമ്മനി വരും എന്നുള്ളതുപോലെ ഈ ഫാർമസ്യൂട്ടിക്കൽ കോഴ്സസ് എന്ന് പറയുമ്പോഴത്തേനും മനസ്സിൽ പെട്ടെന്ന് വരുന്ന സ്ഥലമാണ് ഈ അയർലൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ പോപ്പുലറായ വേറെയും ചില കോഴ്സുകളുണ്ട്. അതിന് കാരണവും ആ സ്ഥലത്ത് ഇത്തരത്തിലുള്ള കമ്പനികൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ നോക്കിയാൽ ആപ്പിൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഫൈനാൻസിൻ്റെ അല്ലെങ്കിൽ കൺസൾട്ടൻസി നോക്കുമ്പോൾ ഈ ഡെലോയിറ്റ് അല്ലെങ്കിൽ ഈ ഫൈസർ പോലുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനി, ഇതിൻ്റെയൊക്കെ ഒരു ഹോം എന്ന് പറയാവുന്ന സ്ഥലമാണ് ഈ അയർലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം കോഴ്സുകൾ പഠിക്കാനായിട്ട് കുട്ടികൾ കൂടുതലായിട്ട് അവിടെ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് അണ്ടർ ഗ്രാജുവേഷന് പോകുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൺട്രീസ് സെലക്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇതിൽ ഈ ഫാർമസ്യൂട്ടിക്കൽ കോഴ്സസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള നമ്മൾ പറയില്ലേ വെറൈറ്റി കോഴ്സസ് അവിടെ ഉണ്ട്. ഈ വെറൈറ്റി കോഴ്സസ് ആളുകൾ പിക്ക് ചെയ്യുന്നതിന് പിന്നിലെ റീസൺ, ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ധാരാളമായി ഈ സ്ഥലത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇൻറ്റേൺഷിപ്പ് കിട്ടാനുള്ളൊരു സാധ്യതയും അതുവഴി അവിടെ തന്നെ ഒരു ജോലി കിട്ടാനുള്ളൊരു സാധ്യതയും ഇതൊക്കെയാണല്ലോ ആളുകൾ ഒരുപക്ഷെ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിൽ കാണാം. അപ്പോൾ അങ്ങനെ കരുതിയിട്ടും ഫാർമസ്യൂട്ടിക്കൽ കോഴ്സസിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് പോകാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബാച്ചിലർ ഡിഗ്രി ഇന്ത്യയിൽ നിന്ന് ചെയ്തു, നിങ്ങൾക്കൊരു പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാം വിദേശത്ത് നിന്ന് ചെയ്യണം, അതും ഫാർമസ്യൂട്ടിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കോഴ്സ് ചെയ്യണമെങ്കിൽ നോക്കാവുന്ന ഓപ്ഷനുകളിൽ ഒന്നാണ് ഈ അയർലൻഡ് എന്ന് പറയുന്നത്. എഗെയിൻ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഒരു രാജ്യവും 100% സേഫാണ്, ചെന്നങ്ങ് ഇറങ്ങിയാൽ മതി, നമുക്ക് അപ്പം തന്നെ ജോലി കിട്ടും, പിന്നെ സുഖവാസമായിരിക്കും പിന്നീട് അങ്ങോട്ടേക്ക്, ഇങ്ങനെ ഒന്നും ഞാൻ പറയില്ല കേട്ടോ. ഒരു രാജ്യത്തെക്കുറിച്ചും എനിക്ക് അങ്ങനെ പറയാനാവില്ല. കാരണം യാഥാർത്ഥ്യങ്ങൾ അങ്ങനെയല്ല. ഏത് സ്ഥലത്തേക്ക് പോയാലും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ലോകത്താദ്യമായി ആ രാജ്യത്ത് കാല് കുത്താൻ പോകുന്നത് നമ്മളല്ല. പലരും ഇതിനു മുമ്പ് അവിടെ പോയിട്ടുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷെ പോകുന്ന എല്ലാവരും അവിടെ നിന്ന് രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കോഴ്സുകളെയും നിങ്ങളുടെ കരിയറിനും എങ്ങനെ കാണുന്നു എന്നുള്ളതും നിങ്ങളുടെ സ്കിൽ സെറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളതും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഓരോ രാജ്യത്തിൻ്റെയും ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏത് രാജ്യം തിരഞ്ഞെടുക്കുന്ന സമയത്തും നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനു മുമ്പ് പല വിദേശ രാജ്യങ്ങളെക്കുറിച്ച് പല വീഡിയോസിലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെയും എല്ലാം ഞാൻ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ട്. കാരണം വെറുതെ ഒരു ഡ്രീം മാത്രം അല്ലെങ്കിൽ ഒരു ഫാസിനേഷനൊക്കെ മനസ്സിൽ കണ്ടിട്ട് മാത്രം കുട്ടികൾ അവിടെ ചെന്ന് ഇറങ്ങരുതെന്നും, പിന്നെ അച്ഛനമ്മമാർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മുടക്കി അവരുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പാരൻസ് വിടുന്നത്. അപ്പോൾ അതിലൊരു അബദ്ധം പറ്റരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് കൊണ്ടും പറയുന്നതാണ്. പക്ഷേ എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കൊരു വിദേശ പഠനം വേണം, അവിടെ ചെന്നിട്ട് യു വോണ്ട് ടു ട്രൈ യുവർ ലക്ക്, അവിടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരു ട്രൈ നിങ്ങൾക്ക് ചെയ്യണം. ദെൻ ഓഫ് കോഴ്സ് യു നീഡ് ടു know about the things, you need to understand the pros and cons and pick a country and fly. പോകണം നിങ്ങൾ, അത് അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമുക്ക് അയർലൻഡിലോട്ട് തിരിച്ചു വരാം. അയർലൻഡിൽ ഫാർമസ്യൂട്ടിക്കൽ കോഴ്സസ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ ആദ്യം ഫാർമസ്യൂട്ടിക്കലിൻ്റെ ഹയർ ഡിഗ്രി എന്ന് പറയുമ്പോൾ എംഫാം ആയിരിക്കും മനസ്സിലേക്ക് ഓടി വരിക. പക്ഷേ എംഫാം മാത്രമൊന്നുമല്ല. ഇപ്പോൾ MSc നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ ഡിവൈസ് ടെക്നോളജി പോലുള്ള കോഴ്സുകൾ, ഇപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ മാസ്റ്റേഴ്സ് ഇൻ ഫാർമസി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലെ കോഴ്സസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നതല്ല. ബട്ട് ദർ ആർ കോഴ്സസ് ലൈക്ക് ദിസ് ടു. ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബാച്ചിലർ ഡിഗ്രിയിലും കോർ കോഴ്സ് തന്നെ പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഫാം ഡി ആയിരിക്കാം, അല്ലെങ്കിൽ ബി ഫാം ആയിരിക്കാം, അല്ലെങ്കിൽ മൈക്രോബയോളജി ആയിരിക്കാം. ഇതിലൊക്കെ നിങ്ങൾ ബാച്ചിലർ ഡിഗ്രി എടുത്തിട്ടുണ്ട് എങ്കിൽ മാസ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കും എന്നത് ഓർമ്മ വേണം.
അതല്ലാതെ നമ്മളിപ്പോൾ ഒരു കെമിസ്ട്രി എടുത്തു, BSc കെമിസ്ട്രി എടുത്തു, എന്നിട്ട് കോറായിട്ടുള്ളൊരു ഫാർമസ്യൂട്ടിക്കൽ കോഴ്സിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. ഈ രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേനും അതിൻ്റെ പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് വിത്ത് ഫാർമസ്യൂട്ടിക്കൽ കോഴ്സസ്. അതൊരു ഓപ്ഷനാണ്. മാസ്റ്റർ ഡിഗ്രി 1 വർഷമേ ഉള്ളൂ. ഈ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റേ ബാക്കും കിട്ടും. ഇനി പഠിക്കാൻ എത്ര പൈസ ചിലവ് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 12 to 15 lakhs എങ്കിലും നിങ്ങൾ കാണണം. ഇത്തരത്തിലുള്ളൊരു കോഴ്സൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് 1 വർഷത്തേക്കുള്ള ഫീസാണ് നമ്മൾ കാണേണ്ടത്. പിന്നെ ഒരു താമസ ചിലവിന് ഒരു 50 മുതൽ ഒരു 55,000 റുപ്യ വരെ ഒരു മാസം ചിലവ് വരും എന്നുള്ളത് ശ്രദ്ധിക്കണം. പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റൂട്ടാ. പാർട്ട് ടൈം ജോലി ചെയ്യാനായിട്ട് അവരുടെ നിയമപ്രകാരം നമുക്ക് 20 hours പെർ അവർ വർക്ക് ചെയ്യാൻ പറ്റുക. ഈ 20 hours പ്രോപ്പറായിട്ട് ഒരു വർക്കൊക്കെ നമുക്ക് കിട്ടുകയാണ് എങ്കിൽ നമ്മുടെ അവിടുത്തെ ജീവിത ചിലവ് ആ പൈസയിൽ അങ്ങ് പോകും. ഇനി പോയി ഇറങ്ങുന്ന എല്ലാവർക്കും പാർട്ട് ടൈം ജോലിക്ക് ഓപ്ഷൻ ഉണ്ട് എങ്കിലും എല്ലാവർക്കും പിറ്റേന്ന് തന്നെ ഒരു ജോലി കിട്ടുന്നു, എല്ലാവരും ജോലിക്ക് കയറുന്നു. പിന്നെ നാട്ടിൽ നിന്ന് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ഇങ്ങനെയൊന്നും ഒരു രാജ്യത്തെക്കുറിച്ചും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഫാർമസ്യൂട്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കോഴ്സുകളുടെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കൂ. ഇതിലേതെങ്കിലുമൊക്കെ പഠിക്കണമെന്നും ആ രാജ്യത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്യാം. കാംബ്രിയ അഡ്മിഷൻസ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ളതും ഒക്കെ പറഞ്ഞു തരും കേട്ടോ. അതിനനുസരിച്ച് നിങ്ങളുടെ ഫൈനാൻഷ്യൽ കാര്യങ്ങളും ഒക്കെ ഒത്തുവരികയാണ് എങ്കിൽ യു ക്യാൻ കൺസിഡർ ദിസ് ആസ് എൻ ഓപ്ഷൻ. അത് ഫാർമസ്യൂട്ടിക്കൽ കോഴ്സസ്. പിന്നെ അവിടേക്ക് ഇപ്പോൾ ആളുകൾ കൂടുതലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സംഭവം ഈ ഫൈനാൻസുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ്. അതും ഒത്തിരി വെറൈറ്റി ഓഫ് കോഴ്സസ് ഉണ്ട്. പക്ഷേ മോസ്റ്റ്ലി ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് BCom കഴിഞ്ഞിട്ട് ഒരു മാസ്റ്റർ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് അവർ അയർലൻഡിലേക്ക് പോകും. ഈ മാസ്റ്റർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാസ്റ്റർ ഡിഗ്രി 1 വർഷമാണ്. നമ്മുടെ നാട്ടിൽ ചെയ്യുമ്പോഴത്തേനും ഇപ്പോൾ നമ്മൾ MCom എന്ന് ചിന്തിച്ചാൽ പോലും 2 years അല്ലേ. പക്ഷേ ഇവിടെ ചെല്ലുമ്പോഴത്തേനും നമ്മൾ നാട്ടിൽ നിന്ന് നമ്മൾ BCom പഠിക്കണം. BCom കഴിഞ്ഞിട്ട് അവിടേക്ക് ചെന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് 1 year ആണ്. ഈ 1 yearൻ്റെ കോഴ്സിൽ നമുക്ക് 9 പേപ്പറുകൾ ACCAക്ക് എക്സംഷൻ കിട്ടാനായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ബാക്കിയുള്ള 4 പേപ്പർ നമ്മൾ എഴുതിയാൽ മതി. അപ്പോൾ ഈ 4 പേപ്പറിന് വേണ്ടിയിട്ടുള്ള പഠനവും ഈ കോഴ്സിൻ്റെ കാലയളവിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു നല്ല സ്ഥാപനത്തിൽ ഇൻറ്റേൺഷിപ്പിലേക്ക് കയറുകയും അതുവഴി ജോലിക്ക് കയറാനുള്ളൊരു സാധ്യത, ഇതും നമുക്ക് അയർലൻഡ് നമ്മുടെ മുമ്പിൽ ഓപ്പൺ അപ്പ് ചെയ്യണ ഒരു ഓപ്ഷനാണ്. അതായത് ACCA പഠിക്കാനായിട്ട് അവിടെ ചെല്ലുക എന്നുള്ളത്. ഇനി ACCA പഠിക്കാനായിട്ട് അയർലൻഡിലേക്ക് തന്നെ വണ്ടി കയറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളൊരു വിദേശ രാജ്യത്തേക്ക് പോയിട്ട് ഇത് ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ബാച്ചുലർ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ 1 yearൽ നമ്മുടെ മാസ്റ്റേഴ്സും കഴിയുന്നു, അതിനോടൊപ്പം തന്നെ പേപ്പർ എക്സംഷനും ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് തന്നെ ഈ 4 പേപ്പർ എഴുതിയെടുക്കാം. ഇനി അവിടെ ചെന്ന് പഠിച്ചാലല്ലേ നമുക്കൊരു സ്റ്റേ ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആ സ്റ്റേ ബാക്കിൻ്റെ സാധ്യത, ഈ 1 year മാസ്റ്റേഴ്സാണ് നമുക്ക് ഈ സ്റ്റേ ബാക്കിനുള്ള സാധനം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റേ ബാക്ക് നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടത്തില്ലല്ലോ. ഈ കാര്യങ്ങളെല്ലാം വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ ചെന്നിട്ട് ഇത് ചെയ്യണം എന്നുള്ളത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കോച്ചിങ്ങുകളും കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ACCAയും ഇതിനോടൊപ്പം ചെയ്തു പോകാൻ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പൈസയുടെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കോഴ്സസിൻ്റെ മാസ്റ്റേഴ്സ് എടുക്കുന്നതിനേക്കാളും ഒരു പടി താഴേക്കായിരിക്കും ഈ പറയുന്ന ഫൈനാൻസിൻ്റെ കോഴ്സസൊക്കെ നിങ്ങൾ എടുക്കാൻ പോയിട്ടുണ്ട് എങ്കിൽ ഉണ്ടാവുക. പിന്നെ സ്റ്റേ ബാക്ക് ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. പാർട്ട് ടൈം ജോലിയുടെ ഓപ്ഷൻസും എല്ലാം. ഈ പാർട്ട് ടൈം ജോലിയുടെ മണിക്കൂറുകൾ കാര്യങ്ങൾ ഇതൊന്നും ഒരു പർട്ടിക്കുലർ കോഴ്സിനനുസരിച്ചല്ല മാറുന്നത്. അത് ആ രാജ്യത്തിൻ്റെ നിയമമാണ്. അതുകൊണ്ട് നേരത്തെ ഫാർമസ്യൂട്ടിക്കലിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് 20 hours തന്നെയാണ് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലികൾ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുക. അത് ലീഗൽ തന്നെയാണ്. കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള ജീവിത ചെലവുകളൊക്കെ അത് വെച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് അവിടുത്തെ ഈ പറയുന്ന കൊമേഴ്സ് കഴിഞ്ഞ് പോയി നമുക്ക് എടുക്കാൻ പറ്റുന്ന ACCA എടുത്ത് അതൊരു റൂട്ടാണ്. ഇനി ACCA ഇതിൻ്റെ കൂടെ എടുത്തേ പറ്റുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. ACCA ഇല്ലാണ്ട് മാസ്റ്റേഴ്സ് മാത്രമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. സോ വിച്ച് എവർ റൂട്ട് യു ഫൈൻ കംഫർട്ടബിൾ അത് നിങ്ങൾ എടുത്തിട്ട് പോവുക. പിന്നെ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽ സെറ്റുകൾ കൃത്യമായിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുക. ഇനി എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് നമുക്ക് പോവാം അങ്ങനെ ഒരു ചിന്തയിൽ ഒരു രാജ്യത്തും നിങ്ങൾ പോകരുത്. നിങ്ങൾക്ക് കറക്റ്റ് ഒരു പ്ലാൻ വേണം. ആ രാജ്യം എന്താണ്, അവിടെ എന്തിനാണ് പോപ്പുലർ, അവിടെ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ അതിൽ കൂടുതൽ എന്തായിരിക്കും, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ പോവാം. പിന്നെ മൂന്നാമതൊരു സാധ്യത കിടക്കുന്നത് ഈ IT യുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ കിടക്കുന്നത് കൊണ്ട് തന്നെ
അങ്ങനെയുള്ള കോഴ്സസ് പഠിച്ചാലും നമുക്കൊരു സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് അയർലൻഡിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. പിന്നെ ഭാഷാപരമായി വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതും ഈ പറയുന്ന അയർലൻഡിൻ്റെ പ്രത്യേകതയാണ്. ചില രാജ്യങ്ങളിൽ നിങ്ങൾക്ക് അറിയാം, അവരെല്ലാം എന്ന് പറയുന്നത് പൂർണ്ണമായും അവരുടെ ഭാഷ മാത്രം സംസാരിക്കുന്ന രാജ്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാത്രം വെച്ചിട്ട് നമുക്ക് ആ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നം നിങ്ങൾ എവിടെ ഫേസ് ചെയ്യില്ല, അയർലൻഡ് പോലൊരു സ്ഥലത്ത് പോകുമ്പോഴത്തേനും ഫേസ് ചെയ്യില്ല. ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, ഈ നമ്മൾ ഒരു രാജ്യം തിരഞ്ഞെടുക്കുമ്പോൾ മിക്ക രാജ്യങ്ങളിലും നമുക്ക് ഈ ക്രിട്ടിക്കൽ ഷോർട്ടേജ് ഉള്ള തസ്തികകൾ അത് ഏതൊക്കെ മേഖലയിലാണ് എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടാവും. അത് നോക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്തൊക്കെയാണോ ആ രാജ്യത്ത് ആളുകളെ കിട്ടാൻ ഷോർട്ടായിട്ട് നിൽക്കുന്നത്, ആ കോഴ്സുകൾ നമ്മൾ പഠിക്കുകയും ആ ഡെസിഗ്നേഷനുകളിൽ എത്തുന്ന തരത്തിൽ നമ്മളെ തന്നെ അപ്സ്കിൽ ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ചാൻസ് കൂടില്ലേ. ഈ രാജ്യത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനലിസ്റ്റ് പൊസിഷനുകൾ, അതല്ലെങ്കിൽ ടാക്സ് പ്ലാനർ, ഇങ്ങനെ, അല്ലെങ്കിൽ ഈ ഫാർമസ്യൂട്ടിക്കലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പൊസിഷനുകൾ, ഇതൊക്കെ ക്രിട്ടിക്കൽ ഷോർട്ടേജ് കാറ്റഗറിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചില സാധനങ്ങൾ പഠിക്കുന്നത് നമുക്ക് ഒരു ജോലിയിലേക്ക് എത്താനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമൊക്കെ പറഞ്ഞു തന്നെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, പിന്നെ അതുപോലെ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിലും യു ക്യാൻ ഓൾവേസ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് us. ഇവിടെ നമ്പറും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ബി ഇൻ ടച്ച് വിത്ത് കാംബ്രിയ അഡ്മിഷൻസ്. നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് അതൊക്കെ അവർ പറഞ്ഞു തരും. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വൈസ് ആയിട്ടുള്ളൊരു ഡെസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോവുക. ബിക്കോസ് ഇറ്റ്സ് യുവർ ഫ്യൂച്ചർ. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.